ഗിയർ ഇട്ട് വാഹനം ഓടിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് കാർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഓട്ടോമാറ്റിക് കാറിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, ഇതെങ്ങനെ സിമ്പിളായിട്ട് ഓടിക്കാം എന്നതിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓട്ടോമാറ്റിക് കാറിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ക്ലച്ച് എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ബ്രേക്കാണ്, റൈറ്റ് സൈഡിലുള്ളത് ഇത് ആക്സിലേറ്ററാണ്. നമ്മളൊരു സ്കൂട്ടർ ഓടിക്കുന്ന രീതിയിൽ തന്നെ ഇത് ഓടിക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ന്യൂട്രൽ പൊസിഷനിൽ ഇട്ടിട്ട് വേണം വാഹനം സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട്. പിന്നീട് നമ്മൾ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും താഴേക്കൊന്ന് ജസ്റ്റ് തട്ടിക്കഴിയുമ്പോൾ ഡ്രൈവ് എന്ന് പറയുന്ന മോഡിലേക്ക് വരും. ഈ ഡ്രൈവ് എന്ന മോഡിൽ തന്നെ നമുക്ക് വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. ഡ്രൈവ് എന്ന മോഡിലിട്ടതിന് ശേഷം ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാഹനം മുന്നോട്ട് പോകും. ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന രീതിയിൽ വാഹനത്തിൻ്റെ ഗിയർ മാറുന്നത് നമുക്ക് മീറ്റർ കൺസോളിൽ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് ഈ വാഹനം നിർത്തണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ബ്രേക്കിലേക്ക് തട്ടിക്കഴിയുമ്പം ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തി. ഇപ്പോൾ വാഹനം നമുക്ക് നിർത്താം. നമുക്ക് റിവേഴ്സ് പോകണമെങ്കിൽ ജസ്റ്റ് മോഡിലേക്ക് ഒന്ന് ചെരിച്ചിട്ട് തട്ടുക. അപ്പം റിവേഴ്സ് മോഡിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റിവേഴ്സിലേക്ക് വാഹനം ചെറിയ രീതിയിൽ പോകുന്നതായിട്ട് കാണും. നമുക്ക് റിവേഴ്സിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ആക്സിലേറ്റർ പെഡൽ ഒന്ന് ചെറുതായിട്ട് അമർത്തി കഴിയുമ്പോൾ വാഹനം റിവേഴ്സിലേക്ക് പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. പിന്നെ നമുക്ക് മാനുവൽ മോഡ്, അതായത് നമുക്ക് ഗിയർ ഇടുന്ന ഒരു ഫീലോട് കൂടി വാഹനം ഓടിക്കണമെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ ഓടിക്കണമെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് മാനുവൽ മോഡ് എന്നുണ്ട്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്ന രീതിയിൽ ഗിയർ അപ്പ് ചെയ്യുവാനും ബാക്കിലേക്കുള്ള ഈ മൈനസ് പോയിന്റിലേക്ക് കാണിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺ ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മളതാ മാനുവൽ മോഡിലേക്ക് മാറ്റുകയാണ്. ഇപ്പം മാനുവൽ മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ ഗിയർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ ആക്സിലേറ്റർ കുറച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ആക്കി കഴിയുമ്പം നിലവിൽ സെക്കൻഡ് ഗിയറിലേക്ക് വീഴും. വീണ്ടും ആക്കി കഴിയുമ്പോൾ തേർഡ് ഗിയറിലേക്ക് വീഴും. നമുക്ക് തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡിലേക്ക് പോകണമെങ്കിൽ ആക്സിലേറ്റർ കുറച്ചതിന് ശേഷം ഇപ്പോൾ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വന്നു. വീണ്ടും ഒന്ന് കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് വന്നു. ഈ രീതിയിലും നമുക്ക് ഓടിക്കുവാനായിട്ട് സാധിക്കും.